ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമേ പറയട്ടെ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലത്തെ നല്ല നല്ല പ്രോപ്പർട്ടിയുമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാൻ വേണ്ടി ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇത് തൃശ്ശൂർ ജില്ലയിൽ പഴയന്നൂർ പഞ്ചായത്തിൽ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. പഴയന്നൂർ ടൗണിൽ നിന്നാകുമ്പോൾ ഏകദേശം ഒരു 3.5-4 കിലോമീറ്റർ മാത്രമാണ്. വരുമാനമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഈ കാണുന്ന തേക്കാണ്. അപ്പോൾ തേക്ക് കൂടാതെ തെങ്ങ്, റബ്ബർ, മാവ്, പ്ലാവ് എന്ന് പറഞ്ഞ പോലെ എല്ലാ വൃക്ഷങ്ങളും നമുക്കിതിൽ ഈ പ്രോപ്പർട്ടിയിലുണ്ട്. ഇത് 63.5 സെൻറ്റ് സ്ഥലം, അതിൽ 1300 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂം വരുന്നൊരു വീട് കൂടെ ആയിട്ടാണ് വരുന്നത്. ഒരുപാട് വീടുകളൊരു ഏരിയയിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി കേട്ടോ. ഇപ്പോൾ എൽ ഷേപ്പിൽ നമുക്കൊരു 180 മീറ്ററോളം പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട്. പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജ് നമുക്ക് വരുന്നുണ്ട്. 2 സൈഡും നമുക്ക് ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു വശത്താണ്, അതായത് നമ്മുടെ വീട് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ലെഫ്റ്റിക്ക് തിരിയുമ്പോൾ തന്നെ ഈ ടാർ റോഡാണ് നമുക്ക് കാണാവുന്നത്. അപ്പോൾ ഇനി ഭാവിയിൽ 5-10 സെൻറ്റായിട്ട് വീട് വെക്കാൻ ആവശ്യാനുസരണം ആരും ചോദിക്കുന്നവർക്ക് നമുക്ക് മുറിച്ച് കൊടുക്കാൻ പറ്റുന്നതാണ്. കാരണം ഈ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് അവർക്കും വീട് വയ്ക്കാൻ ഉത്തമമായിരിക്കും. അത് കൂടാതെ നമുക്ക് ഈ വീട് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇനിയിപ്പോൾ 1-2 വീടും അത്യാവശ്യം നല്ല വലിപ്പമുള്ള വീട് വെക്കാനും പറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ അറ്റം മുതൽ അറ്റം വരെ നമുക്ക് ഈ ഭാഗത്ത് ടാർ റോഡ് വരുന്നുണ്ട് പഞ്ചായത്തിൻ്റെ. അത് കൂടാതെ ഈ ഭാഗത്തോട്ട്. അപ്പോൾ നമുക്ക് ഉൾവശത്തേക്ക് പോകാൻ ഒരു നമ്മുടെ ഫ്രണ്ടേജിൻ്റെ ഗേറ്റാണിത്. ഒരുപാട് വീടുകളുള്ള ഏരിയയിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഉള്ളത്. അതുപോലെ തൃശ്ശൂർ ജില്ല പഴയന്നൂർ പഞ്ചായത്തിൽ വരുന്ന പ്രോപ്പർട്ടിയാണ്. നമുക്ക് ബസ് റൂട്ടിൽ നിന്നാകുമ്പോൾ ഏകദേശം 1 കിലോമീറ്റർ താഴെയാണ് ദൂരം വരുന്നത്. അതുപോലെ ടൗണിൽ നിന്നാകും, പഴയന്നൂർ ടൗണിൽ നിന്നാകുമ്പോൾ ഏകദേശം ഒരു 3.5 കിലോമീറ്റർ മാത്രമാണ് ഇതിലേക്കുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാ വണ്ടികൾക്കും വരാനുള്ള സൗകര്യമുണ്ട്. നമുക്ക് വീട്ടുമുറ്റത്ത് തന്നെ എല്ലാ വണ്ടികളും എത്തുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വീട് എന്ന് പറയുന്നത് 4 ബെഡ്റൂമാണ്. 4 ബെഡ്റൂമിൽ 3 എണ്ണം അറ്റാച്ച്ഡ് ആയിട്ടും ഒരെണ്ണത്തിന് കോമൺ ആയിട്ടാണ് വരുന്നത്. വീടിന് ഇച്ചിരി പഴക്കമുണ്ട്, ഒരു 20 വർഷത്തിൽ താഴെ പഴക്കമുണ്ട്. പക്ഷെ വീടിന് യാതൊരുവിധ കേടുപാടുകളും സംഭവിച്ചിട്ടില്ല കേട്ടോ. അത് നിങ്ങൾക്ക് വീടിൽ തന്നെ വ്യക്തമാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ സ്റ്റോർ റൂം പോലെ ഈ തേങ്ങയും അതുപോലെ വിറകൊക്കെ അടുക്കി ഇടാൻ പറ്റുന്ന ഒരു സ്റ്റോർ റൂമാണ് ഈ ഭാഗത്ത് വരുന്നത്. നമുക്ക് ഫ്രണ്ടേജ് മതിലിന് പണി കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള 3 സൈഡും ഫെൻസിങ്, കമ്പി വേലിയാണ് വരുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക. കണ്ടതിന് ശേഷം നമ്മുടെ സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. പ്രോപ്പർട്ടി കാണുവാനും കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ഉടമസ്ഥനുമായിട്ട് സംസാരിക്കാവുന്നതാണ്. നമുക്ക് വീടിൻ്റെ ബാക്ക് വശമാണ് ഈ കാണുന്നത്. ഇതിൽ കുടിവെള്ളത്തിനായിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത് കരിങ്കല്ല് കൊണ്ട് കെട്ടിയ അറ്റ വേനലിലും പറ്റാത്ത നല്ലൊരു കിണറുണ്ട്. ഇപ്പോൾ വെള്ളമെടുക്കാത്തതുകൊണ്ട് ചെറിയൊരു കളർ വ്യത്യാസമുണ്ട്. അതൊന്ന് ക്ലീൻ ചെയ്യാവുന്നതാണ് കേട്ടോ. വീടിൻ്റെ ബാക്ക് വശമാണ്, അത് കണ്ടില്ലേ. വീടിനൊന്നും യാതൊരുവിധ പൊട്ടലോ ക്രാക്ക് അതുപോലത്തെ ഒന്നുമില്ല, കണ്ടില്ലേ. ഈ ഭാഗത്താണ് നമുക്ക് വർക്ക് ഏരിയ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതാണ് കിണർ പറഞ്ഞത് കേട്ടോ. ഇതാണ് കിണർ വരുന്നത്. നമുക്ക് കരിങ്കല്ല് കൊണ്ട് കെട്ടിയ നല്ലൊരു കിണറാണ്. വെള്ളത്തിൻ്റെ കളറിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് നമ്മുടെ ഈ ചെളി ഒരുപാടായി ഇപ്പോൾ ഒരു വെള്ളം ഉപയോഗിക്കുന്നില്ല. കുറച്ചായി ഇതിന് ഉടമസ്ഥനെ ഈ ഭാഗത്തേക്ക് ഈ പ്രോപ്പർട്ടിക്ക് വന്നിട്ട് കേട്ടോ. അപ്പോൾ അതാണ് കിണറിൻ്റെ വെള്ളം ഈ കളർ ഇങ്ങനെ ആയിരിക്കുന്നത്. നമുക്കിത് കൂടാതെ മാവുണ്ട്, പ്ലാവുണ്ട്, അതുപോലെ 1-2 ഊതിൻ്റെ മരങ്ങളുണ്ടെന്ന് ഉടമസ്ഥൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 18 കായ്ക്കുന്ന തെങ്ങ്, അതുപോലെ ഒരു 62-63 2-ാം വർഷം വെട്ടുന്ന റബ്ബറും ഈ പ്രോപ്പർട്ടിയിലുണ്ട്. നമുക്ക് വീടിൻ്റെ ഉൾവശം കാണാം. കയറി പോകുമ്പോൾ തന്നെ നമുക്കൊരു സിറ്റ് ഔട്ട് കണ്ടില്ലേ, നല്ല മുറ്റമുണ്ട്. അതായത് ഒന്നല്ല ഒരു 3 കാറുകൾക്ക് സുഗമമായിട്ട് നമുക്ക് വീട്ടുമുറ്റത്ത് തന്നെ പാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ഹാളിനോട് ചേർന്നിട്ടാണ് നമുക്കൊരു ബെഡ്റൂം വരുന്നത്. ഇതൊരു ഇടനാഴിയാണ്. അതിൻ്റെ 2 സൈഡായിട്ടാണ് നമുക്ക് 3 ബെഡ്റൂം താഴ്ത്തി വരുന്നത് കേട്ടോ. 3 എണ്ണത്തിനും നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ടാണ് ടോയ്ലറ്റ്സുകൾ വരുന്നത്. മുകളിൽ അതുപോലെ ഒരു ബെഡ്റൂമിന് കോമൺ ആയിട്ടാണ് ഒരു ടോയ്ലറ്റ് വരുന്നത്, കണ്ടില്ലേ. ഇതൊക്കെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന 3 ടോയ്ലറ്റുകൾ ഈ ഭാഗത്തുണ്ട്. കിച്ചൻ്റെ അടുത്തായിട്ട് തന്നെ നമുക്കൊരു വർക്ക് ഏരിയയും അതുപോലെ ഒരു സ്റ്റോർ റൂമും ഈ ഭാഗത്തായിട്ട് വരുന്നുണ്ട്. വീഡിയോ മുഴുവനായി കാണും. അതുപോലെ തന്നെ നമുക്ക് 95% ലോണോട് കൂടി തന്നെ നമുക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാവുന്നതാണ്. പറമ്പ് കാറ്റഗറിയിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. അതുകൊണ്ട് ലോണൊക്കെ സുലഭമായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിന് ഉടമസ്ഥന് പറഞ്ഞിരിക്കുന്ന വില 66 ലക്ഷം രൂപയാണ്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ കൂടിയാണ്. നിങ്ങൾ നേരിട്ട് വന്ന് ഉടമസ്ഥനുമായിട്ട് സംസാരിക്കാവുന്നതാണ്.
ഈ ബെഡ്റൂമും നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത്. ഒരു പെയിന്റിങ്ങിന് കുറവ് മാത്രമേ നമുക്ക് വീടിന് ഉള്ളൂ. ബാക്കി എല്ലാ ഭാഗവും വളരെ ക്ലിയർ ആയിട്ട് ഉള്ളതാണ് കേട്ടോ. അതായത് ഇപ്പോൾ വേറൊരു പണി ഈ വീടിന് എടുക്കേണ്ടതായിട്ടില്ല. മുകളിലാണെങ്കിലും ഷീറ്റിൻ്റെ വർക്ക്, ഡ്രസ് വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് മുകളിലുള്ള ഒരു കോമൺ ആയിട്ട് വരുന്ന ഒരു റൂമാണ്, കോമൺ ആയിട്ട് ബാത്റൂം വരുന്ന ഒരു റൂമാണ് കേട്ടോ. ഇതുപോലെ നിങ്ങളുടെ പക്കൽ പ്രോപ്പർട്ടികൾ മേടിക്കാനോ അതുപോലെ വിൽക്കാനോ ഉണ്ടെങ്കിൽ ഈ കാണുന്ന സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇതുപോലെ ആവശ്യക്കാരിൽ വീഡിയോ ചെയ്ത് എത്തിക്കുന്നതായിരിക്കും കേട്ടോ. ഈ ഭാഗത്ത് നമുക്കും ഈ ഭാഗത്ത് ഷീറ്റ് വരുന്നുണ്ട്, ഇതിന് മുകളിലും ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് മുകളിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു ബാത്റൂം. അപ്പോൾ വീട് താമസിക്കുകയും ചെയ്യുക, അതുപോലെ ഒരു വരുമാനമുള്ള ഒരു പ്രോപ്പർട്ടി കൂടിയാണ്. ഇൻട്രസ്റ്റ് ഉള്ളവർ വീഡിയോ മുഴുവനായി കാണുക. കണ്ടതിന് ശേഷം സ്ക്രീനിൽ കൊടുത്ത ഞങ്ങളുടെ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നല്ല വൃത്തിയിൽ കിടക്കുന്ന ഒരു പറമ്പാണ് കേട്ടോ. 63.5 സെന്റ് സ്ഥലം, അതിൽ 1300 സ്ക്വയർ ഫീറ്റാണ് നമ്മുടെ ഈ വീടും.